ഇത് മാക്സിമം കാണുക. എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ വീഡിയോസ് ഫുള്ളായിട്ട് കാണുമ്പോഴേ എന്താവുള്ളൂ എന്നാണ്. നമുക്കൊരു യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ആണ് ഈ ഇത്തരത്തിലുള്ള ചായക്കടകളും മറ്റുള്ള സംരംഭങ്ങളും തുടങ്ങി കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളെ മുന്നിൽ നമ്മൾ ആരോടും ഇതിനു വേണ്ടിയിട്ട് ഒരു പൈസ പോലും വാങ്ങുന്നില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്നതിന് അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഈ ഒരു ചായക്കട എന്ന് പറയുന്നത് മനാഫിൻ്റെത് മാത്രമല്ല, നമ്മളെ എല്ലാ കേരളത്തിലുള്ള ജനങ്ങളുടെ കൂടിയാണ്, മലയാളികളുടേതാണ്. ഓരോ മാസവും 1-2 ഫാമിലിൻ്റെ ഇതേമാതിരി നമുക്ക് കര കയറ്റി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമില്ല. ഇത് ഒരു പ്രചോദനമായിട്ട് മറ്റുള്ളവർ സ്വീകരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പുതിയ തലമുറ ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ എല്ലാവരും ഇറങ്ങാൻ. നമുക്ക് എന്താ പറയുക, നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങൾക്കും നമ്മൾ ഗവൺമെൻറ്റിന് ആശ്രയിച്ച് നിൽക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ്. ജീവിക്കാൻ തയ്യാറാണോ, പണിയെടുക്കാൻ തയ്യാറാണോ, നമുക്ക് പൈസ ഉണ്ടാക്കാം. ഞാൻ ഈ കടയിൽ മുമ്പോട്ട് ഞാൻ ഇന്ന് നല്ല ധൈര്യമില്ല. എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കടയായാലും കല്യാണമായാലും വീട് പണിയായാലും നമ്മൾ ഉപദ്രവിച്ച് ചില ആളുകളൊക്കെ സഹായിക്കും. അത് ഈ സമൂഹത്തിൽ അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു കച്ചവടം തുടങ്ങി കൊടുക്കാവുന്നതാണ്. ആലുവയിൽ കാർമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ പേരിട്ടത് മനാഫിൻ്റെ സൗഹൃദ ചായക്കട എന്നാണ്. കേരളത്തിലെ ഒരുപാട് പല ഭാഗങ്ങളിലായിട്ട് തുടങ്ങാൻ പോവുകയാണ്. ഇങ്ങോട്ട് കാണുമ്പോൾ ഒന്ന് കയറുക, ഒരു ചായ എന്തെങ്കിലും ഒന്ന് കഴിക്കുക. അപ്പം ചായ അയക്കിന് പിന്നെ ആദ്യത്തെ ചായ നമ്മളെ സതീശേട്ടൻ ഈ ബോർഡൊക്കെ മൂപ്പര വകയാണ്. അപ്പോൾ ആദ്യത്തെ ചായ സതീശേട്ടന് കൊടുക്കുകയാണ്. സതീശേട്ടന് ഒക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ആളുകളാണ്. നമ്മളൊരു അന്യനാട്ടിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ ഒരു ചായക്കട തുടങ്ങുന്നത്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനുഷ്യന്മാർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നന്മയുള്ള ആളുകൾ ഇവർ ഒരുപാട് സഹായിച്ചിട്ടാണ് ഈ ഒരു ചായക്കട ഇവിടെ തുടങ്ങാൻ. മൂപ്പരായിക്കോട്ടെ, ആയിക്കോട്ടെ, പിന്നെ എൻ്റെ ജ്യേഷ്ഠനാണ് തൽഹത്ത് സീരി. പിന്നെ ഇവിടെ തന്നെയാണ് ചാക്കൻ്റെ സ്ഥലം, ആലുവയിൽ തന്നെയാണ്. പിന്നെ ഇങ്ങനെയുള്ള കുറേ ആളുകൾ എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ കൂടിയാണ് നമ്മളെന്താക്കുന്നത് ഈ കാര്യത്തിൽ സഹായിച്ചത്. താങ്ക് യു സതീഷ്. ഇങ്ങനെ വേദന ഉള്ള ആളുകളെ ആ വേദന എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക മുന്നിലേക്ക് ഒരു ഇങ്ങനെ മരുന്ന് തേച്ച് കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പണിയാണ്. ആണ് നമ്മളെന്താക്കുന്നത് വിളിക്കുന്നത് ഒന്ന് വന്ന് കാണുമെന്ന് വെച്ചിട്ട് ഒരവസ്ഥ. എന്തൊക്കെയാണ് വീട്ടിലെ അവസ്ഥകൾ? വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ല. കാരണം വെച്ചാൽ എൻ്റെ കൂടുതലുള്ള ചേട്ടനാണെങ്കിൽ മരത്തിൻ്റെ മുകളിൽ പിന്നെ നട്ടല് പോയിട്ട് 1 മാസം പോകുന്നത് പിന്നെ ഡോക്ടർമാരെ എടുത്താണ് പിന്നെ അപ്പോൾ കമ്പി ഇട്ടിട്ട് നടുവിൽ ലെവലാക്കി. എന്നിട്ടും പുള്ളി കുറേ നാട്ടിലേക്ക് ഒന്നും ഡോക്ടർ ചെയ്യാറുണ്ട്. 2 കൊല്ലത്തേക്ക് അനക്കം ഉണ്ടാകും. ആ 2 കൊല്ലം മലമ്പഴത്ത് ഇങ്ങനെ പുള്ളിയെ പെങ്ങളും എല്ലാവരും സഹകരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ വന്നപ്പോൾ ഈ വാടക കൊടുക്കാനും വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ മനാഫിൻ്റെ നമ്പർ ഇങ്ങനെ ഈ കിട്ടിയൊരു കട്ടിയോട് ഞങ്ങൾക്ക് 14 സെൻറ്റ് വീടുണ്ട്. അപ്പോൾ ഒരു സാധനം വിളിച്ച് ഞാൻ പറഞ്ഞാൽ ആ വീടും സ്ഥലവും കാണിച്ചത് വലിയ ഉപകാരം. ഞങ്ങൾ അവിടെ പോയി താമസിക്കാം. അത് ഞങ്ങൾ ശക്തമായിട്ട് നടപടി എടുത്ത് എവിടെയാണ് ബാങ്കിൽ പൈസ ബാങ്കിൽ അതൊന്നും നോക്കണ്ട. ഇവിടെ ഈ സമൂഹം അങ്ങനെയാണ്. ചില ആളുകൾ മാത്രം അങ്ങനെയാണ്. അവിടെ തന്നെ അതേ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ നമ്മളെ ഈ സതീശേട്ടനെ പോലെയുള്ള ആളുകളും ജീവിക്കുന്നു. ആളുകൾ നമ്മൾ ഉപദ്രവിച്ച് ചില ആളുകളൊക്കെ സഹായിക്കും. അത് ഈ സമൂഹം നല്ലവരുണ്ട് ചീത്തവരും ഞാൻ തീർച്ചയായിട്ടും ധൈര്യം കൊടുക്കാം. ആരും ജീവിക്കാൻ തയ്യാറാണോ, പണിയെടുക്കാൻ തയ്യാറാണോ, നമുക്ക് പൈസ ഉണ്ടാക്കാം. ഞാൻ ഈ കടയിൽ മുമ്പോട്ട് ഞാൻ ഇന്ന് നല്ല ധൈര്യമില്ല. എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ്. ഭാര്യ ഭർത്താവ് ബന്ധവും അങ്ങനെ തന്നെയാണ്. എനിക്ക് ചെറുപ്പത്തിൽ എല്ലാ അച്ഛനും ചായ എടുക്കാൻ നന്നായിട്ട് പരസ്പരം സഹായിച്ചിട്ട് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാരണം ഇനി വീട്ടിൽ 3 പ്രായമുള്ള ആളും കൂടെ ഇവരെ കാര്യം കൂടി നോക്കിയിട്ട് എല്ലാവരും കൂടി ഒത്തൊരു മേലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേറിയാൽ ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ
ആലുവയിൽ പെരുമ്പാവൂർ റോട്ടിൽ കാർമൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ തട്ടുകട. പിന്നെ ഇപ്പം കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പല സാധനങ്ങളും ഉണ്ടാക്കി ഹോസ്പിറ്റലൊക്കെ തൊട്ടടുത്തല്ലേ, കഞ്ഞി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ പോയിക്കോളും, അറിഞ്ഞു വരാനുണ്ടാവും. ഞാൻ പറഞ്ഞു ഇനി കുറേ ദിവസം കഴിയുമ്പേ കഞ്ഞി വെക്കാം, വണ്ടിക്കാരൊക്കെ കഞ്ഞി പല ടൈപ്പ് കഞ്ഞികളുണ്ട്. നല്ല അതൊക്കെ എനിക്കറിയാവുന്ന കാര്യം. അപ്പം ഞാൻ പുള്ളിയോട് ഒന്ന് കഞ്ഞിയൊക്കെ വെക്കാം, പൈസയൊക്കെ വരും, ആൾക്കാരുണ്ടാവും, അത് തയ്യാറുണ്ടാവും, അത് ജീവിച്ചോ. ഞാനത് എന്തും പറഞ്ഞോളൂ. ദയവേദിട്ട് ആരെങ്കിലും ആലുവ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വരിക, എല്ലാവരും സഹായം ഉണ്ടായാൽ മാത്രം ഒന്ന് ജീവിച്ചു. അങ്ങനെ തന്നെയാണ് നമ്മൾ കൈ നീട്ടി ജീവിക്കുന്നതിൻ്റെ ഒരർത്ഥം. ഞങ്ങളെ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ മനാഫിക്കാനെ വിളിച്ചു വെക്കുന്നതും കാര്യം. ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടും ഈ പുള്ളി വിഷമിച്ച് കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു ആൾക്കാർ വേണം നിങ്ങൾ നോക്കണ്ട, പ്രയാസങ്ങൾ മനാഫിക്ക്. പിന്നെ കുറേ പേര് കളിയാക്കി ഞങ്ങൾ മനാഫിക്ക് കടയിട്ട് നാലില്ല. നിങ്ങൾ ആളുകളാകുമ്പോൾ അത് വരും. എല്ലാത്തിനും സമയമുണ്ട്. കടയായാലും കല്യാണമായാലും വീട് പണിയായാലും. ഞാനൊരു പറയുകയാണെങ്കിൽ ഞാനൊരു കലാകാരിയാണ്. ഞാൻ പറയാം, ഞാൻ പാട്ട് പാടും, അതുപോലെ പക്ഷെ ഞാനൊരു പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ ആൾക്കാരെ കമൻറ്റ് തരാൻ ഞാൻ സതയെ ഞാനൊന്ന് ഭീഷണിപ്പിക്കൊന്നും ഞാൻ വീട്ടിൽ. കാരണം പാട്ട് പാടിയാൽ നമുക്കൊന്നും കിട്ടില്ല, പറ്റുന്നില്ല. ആ ഒരു തീരുമാനമല്ല, ജീവിക്കാൻ. ഞാൻ അതിന് വേണ്ടി ഒരു പാട്ട് എനിക്ക് സഹകരിച്ച് എൻ്റെ മകനെ ഒരു പാട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ ശാപന ഒരു പാട്ടുപാടാൻ കേട്ടോ. 5 പാട്ട് വീട്ടിൽ മൈക്കൊക്കെ കഴിഞ്ഞു. ഞാൻ ആവശ്യം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഈ പാട്ടൊക്കെ ഞാൻ കണ്ടാൽ മതി, സമയം പോകണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. അതല്ല, ഞങ്ങളെ പ്രയാസങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്. പ്രയാസങ്ങൾ ജനങ്ങൾ അറിഞ്ഞ് കുറച്ച് എന്താ പറയുക, ആളുകൾ ഒരുപാട് ദൂരത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനനുസരിച്ചുള്ള മെനു ഉണ്ടാവും. വെറും ഒരു ചായയും സമൂസയും അല്ലെങ്കിൽ ചായയും പൈപ്പരിയും തിന്നാനായിട്ട് അധികം ആളുകൾ വന്നോളന്നില്ല. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പല ടൈപ്പ് കഞ്ഞികളുണ്ട് കേട്ടോ, ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിവിടെ ചിലവാക്കാൻ കഴിയും. പായസം ഒക്കെ ട്രെൻഡല്ലേ. അപ്പം ഇതൊക്കെയാണ് ഇവരെ സ്ഥിതി. കുഴപ്പമില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉഷാറായി ഇങ്ങനെ ജനങ്ങളെ അതൊക്കെ റെഡിയാവും. ഇതൊക്കെ എല്ലാവർക്കും ഇവിടെ ഒന്നും അന്യനാടെന്നില്ല. എല്ലാവർക്കും കോഴിക്കോടുള്ള മനാഫിന് ആലുവയിൽ വന്നിട്ട് കട തുടങ്ങിയെങ്കിൽ തിരുവനന്തപുരത്തുള്ള നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തുടങ്ങാം. ഇതൊക്കെ വലിയ കേരളം മൊത്തം നമ്മളെ അങ്ങനെ പിന്നിൽ ധൈര്യം കൊടുക്കും. അപ്പോൾ അതിന് ഇതാവും. ഇനി വിത്തൗട്ടുണ്ടോ? ഒരു വിത്തൗട്ടുണ്ട്. ഇനി വിത്തൗട്ട് മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. വിദേശ രാജ്യങ്ങളിൽ കാണുക. എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്